പോളിനോമിയലുകളുടെ ഹരണം 2y³ + y² - 2y - 1 ഹരിക്കണം y - 1. ഇതൊരു മൂന്നാം കൃതി പോളിനോമിയലാണ്. ഇത് ഒന്നാം കൃതി പോളിനോമിയലാണ്. അപ്പോൾ ഒരു മൂന്നാം കൃതി പോളിനോമിയലിനെ ഒന്നാം കൃതി പോളിനോമിയൽ കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇതാദ്യം അകത്തെഴുതുക. 2y³ + y² - 2y - 1 ഹരിക്കണം. ഇത് പുറത്തിടുക y - 1. ഇനി ചെയ്യേണ്ടത് ഈ പോളിനോമിയലിൻ്റെ ആദ്യ പദത്തെ ഈ പോളിനോമിയലിൻ്റെ ആദ്യ പദം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ആദ്യ പദം 2y³ ആണ്. അതിനെ ഇതിൻ്റെ ആദ്യ പദം y ആണ്. അപ്പോൾ 2y³ y കൊണ്ട് ഹരിക്കുക. 2y³ y ഹരിക്കുമ്പോൾ 2y² എന്ന് വരും. 2y³ y കൊണ്ട് ഹരിച്ചാൽ 2y² എന്ന് വരും. ആ 2y² ഇവിടെ എഴുതുക. 2y² നമ്മൾ മുകളിൽ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2y² കൊണ്ട് ഇതിനെ 2നെയും ഗുണിച്ച് ഇവിടെ താഴെ എഴുതണം. ഈ 2y² കൊണ്ട് ഇതിനെ 2നെയും ഗുണിക്കണം. എന്നിട്ട് ഇതിന് താഴെ എഴുതണം. 2y² y കൊണ്ട് ഗുണിച്ചാൽ എന്താ വരിക? 2y² × y 2y³ 2y² -1 -2y² -2y². ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രമത്തിൽ കുറയ്ക്കുക. 2y³ എന്ന് 2y³ കുറച്ചാൽ 0 ആയി. അപ്പോൾ ഇവിടെ ഒന്നും എഴുതണ്ട. പിന്നെ ഒരു y² എന്ന് -2y² കുറയ്ക്കണം. ഒരു y² എന്ന് -2y² കുറയ്ക്കണം. ഒരു y² എന്ന് -2y² കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഏതാണോ കുറയ്ക്കേണ്ട അതിൻ്റെ ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പോൾ ഈ y² അതുപോലെ എഴുതുക. എന്നിട്ട് കുറയ്ക്കണം എന്നുള്ളതിന് വരെ കൂട്ടണം എന്നിടുക. -2y² ചിഹ്നം മാറ്റുമ്പോൾ +2y² എന്ന് വരും. അപ്പോൾ ഒരു y² 2y² കൂടി കൂട്ടി എന്ത് വരും? 3y². അതിവിടെ എഴുതുക. 3y². അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. അടുത്ത പദം ഇറക്കിയിടുക. -2y ആണ്. -2y എന്നിറക്കിയിട്ടു. ഇനി നമ്മൾ ആദ്യം എങ്ങനെ ചെയ്തു അതുപോലെ ആവർത്തിക്കണം. അതായത് ഇതിലത്തെ ആദ്യത്തെ എന്താ? 3y². അതിനെ ഇതിൽ താഴത്തെ എന്താ? y കൊണ്ട് ഹരിക്കുക. 3y² y കൊണ്ട് ഹരിക്കുക. 3y² എന്താ വരിക? 3y എന്ന് വരും. 3y² y കൊണ്ട് ഹരിച്ചാൽ 3y എന്ന് വരും. ആ 3y മുകളിൽ എഴുതുക. 3y പോസിറ്റീവാണ്. ഇവിടെ +3y എന്ന് എഴുതുക. ഇനി നമ്മളിവിടെ ചെയ്ത പോലെ 3y കൊണ്ട് ഇതിനെ 2നെയും ഗുണിക്കണം. 3y കൊണ്ട് ഇതിനെ 2നെയും ഗുണിക്കണം. 3y × y 3y². 3y × -1 -3y. വീണ്ടും നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പോലെ ഇവിടെ എഴുതിയിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. അതുപോലെ 3y² എന്ന് 3y² കുറച്ചാൽ 0. ഇവിടെ 0 ആയി. -2y എന്ന് -3y കുറയ്ക്കുക. -2y എന്ന് -3y കുറയ്ക്കുക. -2y എന്ന് -3y കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമ്മളിവിടെ ചെയ്ത പോലെ ചിഹ്നം മാറ്റി കൂട്ടണം. ഏതാണോ കുറയ്ക്കണം അതിൻ്റെ ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പോൾ ഇത് അതുപോലെ ഇടുക. -2y കുറയ്ക്കണം എന്നുള്ളതിന് വേണം കൂട്ടണം എന്നിട്ടിട്ട് -3y ചിഹ്നം മാറ്റുക. 3y എന്ന് വരും. -2y ഉം 3y കൂടി കൂട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന് ചെല്ലണം. അപ്പോൾ 3y എന്ന് 2y കുറച്ചാൽ 1y. ഇതിൽ വലുത് ഇതാണ്. അതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്. അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? 1y എന്ന് കിട്ടും. അതായത് y. ഇവിടെ കുറയ്ക്കുമ്പോൾ y. വീണ്ടും അടുത്ത സ്റ്റേജും കഴിഞ്ഞു. അപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം കഴിഞ്ഞു. ഇത് മൂന്നാം ഘട്ടം. വീണ്ടും അടുത്തത് ഇറക്കിയിടുക. എന്താണ്? -1. ഇനി ഇറക്കിയിടാനില്ല, കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി കഴിയും. y - 1. ഇനി മുമ്പ് നമ്മൾ ചെയ്ത പോലെ അതന്നെ ആവർത്തിക്കുക. ഇതിലത്തെ ആദ്യത്തേനെ ഇതിലത്തെ ആദ്യത്തെ കൊണ്ട് ഹരിക്കുക. ഇവിടെ താഴത്തെ എന്താ? y. ഇവിടെ താഴത്തെ എന്താ? y. y-നെ y കൊണ്ട് ഹരിക്കുക. y എന്ന് വരും? 1 എന്ന് വരും. പോസിറ്റീവ് 1 ആണ്. അത് നമുക്ക് ഇവിടെ എഴുതുക. +1 എന്ന് കിട്ടും. y 1 ആണ്. ആ 1 ഇവിടെ കിട്ടും. ഇനി എന്താ ചെയ്യുക? 1 കൊണ്ട് ഇതിന് 2നെയും കുടിക്കണം. 1 കൊണ്ട് 2നെയും കുടിക്കണം. 1 കൊണ്ട് കുടിക്കുമ്പോൾ മാറ്റം വരില്ല, നമുക്കറിയാം. 1 കൊണ്ട് ഏതൊരു സംഖ്യയെ കുടിച്ചാൽ മാറില്ല. അപ്പോൾ 1 കൊണ്ട് y - 1നെ കുടിച്ചാൽ y - 1 എന്ന് വരും. y - 1. ഇനി എന്താ ചെയ്യുക? കുറയ്ക്കണം ക്രമമായിട്ട്. y എന്ന് y കുറച്ചാൽ 0 വരും. y എന്ന് y കുറച്ചാൽ 0. -1 എന്ന് -1 കുറച്ചാലും 0 അല്ലേ? ഏതൊരു സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ചാൽ 0 ആണ്. അപ്പോൾ -1 എന്ന് -1 കുറച്ചാൽ 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി നോക്കാം. -1 കുറയ്ക്കണം -1. നമ്മളെന്താ ചെയ്യുക? ഇവിടെ മുമ്പ് ചെയ്ത പോലെ ചിഹ്നം മാറ്റി കൂട്ടണം. ഈ -1 അതുപോലെ ഇടുക. കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടണം എന്നിട്ടിട്ട് -1 ചിഹ്നം മാറ്റി +1 എന്നിടുക. -1 +1 കൂട്ടിയാൽ 0 ആയി. അതാണ് -1 -1 കുറച്ചാൽ 0. അപ്പോൾ ഇവിടെ രണ്ടും കുറയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 0 കിട്ടി. അപ്പോൾ ഹരണം കഴിഞ്ഞു. ഉത്തരം എഴുതുക. എന്താ ഉത്തരം? 2y² +3y +1. ഇതാണ് ഹരണഫലം. ശിഷ്ടം 0.